തിരികെ വാർത്തയിലേക്കാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സൈക്കിൾ ഉപയോഗിക്കണമെന്ന വിചിത്ര ഉത്തരവുമായി വടകര നഗരസഭ. കുടിശ്ശികയെ തുടർന്ന് പെട്രോൾ പമ്പുകൾ നഗരസഭാ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് നിർത്തിയിരുന്നു. ഇത് വിവാദമായതിന് പിന്നാലെയാണ് നഗരസഭ വിചിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, എന്താണ് ഇത്തരത്തിലൊരു നടപടിക്ക് കാരണം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാർത്തു, കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരു ഉത്തരവാണ് വടകര നഗരസഭാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ജീവനക്കാർ ഇനി മുതൽ സൈക്കിൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായ കാര്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കത് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ ഇത് നഗരസഭയുടെ പിടിപ്പുകേട് കൊണ്ട് വന്ന ഒരു ഉത്തരവാണ്. കാരണം ഈ വടകര നഗരസഭയുടെ വാഹനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്നതുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പുകളിൽ ആ പൈസ കൊടുക്കാതെ അതിങ്ങനെ കുടിശ്ശികയായി. അവസാനം ആ കുടിശ്ശിക നൽകാതെ പെട്രോൾ പമ്പ് ഉടമകൾ ഇനി ഇന്ധനം നൽകില്ല എന്ന് നഗരസഭാ അധികൃതരെ അറിയിച്ചു. ഇതോടുകൂടിയാണ് നഗരസഭാ സെക്രട്ടറി ഒരു വിചിത്രമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വടകര നഗരസഭയിൽ 47 വാർഡുകളാണുള്ളത്. പല കാര്യങ്ങൾക്കായി പോകേണ്ടതുണ്ട്. ആരോഗ്യ വിഭാഗത്തിന് പോകേണ്ടതുണ്ട്, റവന്യൂ വിഭാഗത്തിന് പോകേണ്ടതുണ്ട്, ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന് പോകേണ്ടതുണ്ട്, എഞ്ചിനീയറിംഗ് വിഭാഗവും ജനറൽ വിഭാഗവും ഒക്കെ ഇങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വടകര നഗരസഭയിലെ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് വാഹനങ്ങൾ, അതായത് പെട്രോൾ അടിക്കേണ്ട അല്ലെങ്കിൽ ഡീസൽ നിറയ്ക്കേണ്ട വാഹനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പകരം ഈ സൈക്കിൾ എടുത്ത് ചവിട്ടി പോകണം. അതായത് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് നഗരസഭാ ജീവനക്കാരെത്തുമ്പോഴേക്കും ഒരു ദിവസം എന്നുള്ളത് സ്ഥിതിയാവുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക ഈ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞാൽ. അതായത് പെട്രോൾ പമ്പിലെ ഇന്ധന കുടിശ്ശിക വലിയ കുടിശ്ശികയാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് പറഞ്ഞ ഒരു കാര്യം, ഈ പമ്പുടമകൾക്ക് കുടിശ്ശിക നൽകാത്തത് മൂലമുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്നത് നേരത്തെ ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടതും അത് സംബന്ധിച്ച പരാതികളിന്മേൽ പരിഹാരം കാണാൻ സാധിക്കാത്തതുമൊക്കെയാണ് ഇത്തരത്തിൽ വലിയ ഇന്ധന കുടിശ്ശിക വരാൻ കാരണമായത് എന്നുള്ള കാര്യമാണ് ജീവനക്കാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരമൊരു വിചിത്ര ഉത്തരവ് വടകര നഗരസഭാ സെക്രട്ടറി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ കുടിശ്ശിക തീർക്കേണ്ടതിന് പകരം സ്വന്തം എന്തെങ്കിലും ഒരു തനത് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെയോ പെട്രോൾ പമ്പ് ഉടമകൾക്ക് കൊടുക്കേണ്ട പണം കൊടുക്കേണ്ടതിന് പകരം ജീവനക്കാർ സൈക്കിൾ എടുത്ത് പോട്ടെ എന്ന ഒരു മുടന്തൻ ന്യായമാണ് ഈ ഒരു ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വടകര നഗരസഭാ സെക്രട്ടറിയുടെ ഈ ഉത്തരവിനെതിരെ വലിയ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നത് സ്വാഭാവികമാണ്. അതിനെ ആക്ഷേപിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം. കാർത്തും, ശരി, ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സൈക്കിൾ ഉപയോഗിക്കണമെന്ന വിചിത്ര നടപടി സ്വീകരിച്ചിരിക്കുകയാണ് വടകര നഗരസഭ. പെട്രോൾ പമ്പുകൾക്ക് നൽകാനുള്ള കുടിശ്ശിക കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടിക്ക് എടുത്തിരിക്കുന്നത്. ഇത് വിവാദമായതിന് പിന്നാലെയാണ് നഗരസഭ വിചിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചത്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.